അപ്പൊ ഇതാണ് നമ്മൾ കേറി വരുമ്പോ തന്നെയുള്ള വ്യൂ എന്ന് പറയുന്നത്. ഫ്രണ്ടിൽ തന്നെ ബൈക്ക് ഉണ്ട്. ഇതാണ് ചേട്ടന്റെ ഫേവറേറ്റ് ബൈക്ക്? എല്ലാം ഫേവറേറ്റ് ആണ്. ബൈക്ക് ഇസ് ബൈക്ക്, ഏതാണെങ്കിലും ഇഷ്ടമാണ്. ഓക്കെ, ബൈക്കിന്റെ തൊട്ടടുത്ത് തന്നെ വലിയൊരു അക്വേറിയം കാണാം. ഇതെന്താണ് ഇതിന്റെ പ്രത്യേകത? ഇത് ഒരു മറൈൻ അക്വേറിയം ആണ്. അപ്പം കടലിലെ വെള്ളം കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്ത ഇതിപ്പം 8 കൊല്ലമായിട്ട് റീസെറ്റ് ചെയ്യാത്ത ടാങ്കാണ്. എന്ന് വെച്ചാൽ അന്നിട്ട മീനുകളാണ് ഇപ്പോഴും ഉള്ളതൊക്കെ കുറേയൊക്കെ. 8 years ആയിട്ട്. അപ്പം നമ്മൾ ഒരിക്കലും അത് പറ്റിക്കത്തില്ല, ഒന്നും ചെയ്യില്ല, ശല്യം ചെയ്യത്തില്ല. വെള്ളം കുറച്ച് മാറ്റി കൊടുക്കുമെന്നുള്ള ഒരു 15% 10% ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കും. അതും നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തോട്ടപ്പള്ളിയിൽ ഒരു ഹാച്ചറി ഉണ്ട്. അവിടുന്ന് പോയിട്ട് ടാങ്കറിൽ പോയി വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഇവിടെ സ്റ്റോറേജ് ഉണ്ട്, അതിൽ സേവ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മാറ്റി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഫീഡ് ചെയ്യുന്നൊക്കെ എങ്ങനെ? ആക്ച്വലി ഫീഡ് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഒരു കുക്ക് പോലെയാണ് ഞാൻ ഇത്. ശരിക്കുള്ള പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ആൽഗെ പിടിക്കുന്ന ഒരുപാട് കൂടുതൽ, പായൽ പിടിക്കുന്നത് ഒരുപാട് കൂടുതൽ. അപ്പം ഞാൻ ഈ ചെമ്മീനും കൂന്തലും പിന്നെ സ്പൈറലീന എന്ന് പറഞ്ഞിട്ടൊരു പൊടിയൊക്കെ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു സ്വന്തം റെസിപ്പി ഉണ്ടാക്കി മറ്റേ ട്രെയിൽ ഫ്രീസ് ചെയ്ത് വെച്ചേക്കും. എന്നിട്ട് അതെടുത്ത് ഓരോ ക്യൂബ്സ് ആയിട്ട് കൊടുക്കും. അതാകുമ്പോഴത്തേക്ക് ഇത് കുറവാ, ഭയങ്കര ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇത് എങ്ങനെയാണ് ഈ റെസിപ്പിയിലേക്ക് ഇതൊക്കെ വർക്ക് ആവുന്നുള്ളത് എങ്ങനെ അറിയുന്നേ? ഇത് നിങ്ങളെപ്പോലെ തന്നെ ആൾക്കാർ യൂട്യൂബിൽ കുറെ വീഡിയോ ഇട്ടിട്ടുണ്ട് പണ്ട് കാലത്ത്. അതൊക്കെ വെച്ചിട്ട് പലതും നമ്മൾ കാണുക, അതിൽ നിന്ന് കൊള്ളാവുന്ന നോക്കി എടുക്കുക, അത് പഠിക്കുക. എല്ലാം കാണുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണം വേണ്ടേ, പഠിക്കണ്ടേ എന്തെങ്കിലും. ഓക്കെ, അടിപൊളി. ഇപ്പൊ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നേ ഒന്ന് സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ചിലപ്പോ വീഴാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് വീട്ടില് നമ്മൾ കയറി വരുമ്പോ തന്നെ ഒരു പൂള് കാണുന്നത്. ആക്ച്വലി ഈ ഒരു ഐഡിയ എങ്ങനെയാണ് വന്നത്? ഇത് ശരിക്കും നിങ്ങൾ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. മുകളിൽ ഈ ക്രീപ്പേഴ്സ് ഇങ്ങനെ വളർന്നു കിടക്കുന്നത്. ഞാൻ പണ്ടൊരു പ്രാവശ്യം കംബോഡിയയിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു പൂള് കണ്ടു. അതിന്റെ സൈഡിൽ ഒരു മരമായിട്ട് ആദ്യമായിട്ടാണ് ഒരു പൂളിന്റെ സൈഡിൽ മരം കാണുന്നത്. എന്നുവെച്ചാൽ അതിന്റെ കൂടെ ഒരാൾ മിക്കവാറും നിൽപ്പുണ്ട്, എന്നുവെച്ചാൽ ചാമ്പയ്ക്ക വീഴുമ്പോൾ കൊരി മാറ്റാനായിട്ട്. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് പക്ഷെ അവിടെ പോയി നിൽക്കുമ്പോൾ ഉള്ളൊരു ഫീല് ഭയങ്കര രസമാണ്. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഇത് വെച്ചത്. ഓവൽ ഷേപ്പ് ഞാൻ വേറൊരു ഹോട്ടലിൽ കണ്ടൊരു ഷേപ്പാണ്. ഈ ക്രീപ്പേഴ്സും ഇതുപോലെ തന്നെ ഏതോ ഒരു ഷോപ്പിംഗ് മോളിൽ, ഒന്ന് തായ്ലൻഡായിരുന്നു എവിടെയായിരുന്നു ഓർമ്മയില്ല, അന്ന് കണ്ടതാണ് ഇങ്ങനെ ക്രീപ്പേഴ്സ് ഒക്കെ വളർത്തി. അപ്പൊ എല്ലാം കൂടെ കമ്പൈൻ ചെയ്തൊരു ഡിസൈൻ പോലെ ആക്കി എടുത്തതാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇല വീഴുമ്പോഴത്തേക്ക് അതിവിടെ വീണ് കിടക്കും. അപ്പൊ ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്കൊരു ടൈമർ വെച്ച് മോട്ടറുണ്ട്. അതിങ്ങനെ പമ്പ് ചെയ്യുമ്പോഴത്തേക്ക് വെള്ളം പമ്പ് ചെയ്ത് പുറത്തോട്ട് വന്ന് അതിൽ പുറത്ത് കിടന്നുള്ളൂ, നമുക്ക് കോരി കളഞ്ഞാൽ മതി. അപ്പൊ അതുമൊക്കെ മെയിൻ്റനൻസ് കുറയാൻ വേണ്ടിയിട്ട് പല പല പരിപാടി ചെയ്തിട്ടുണ്ട്. എങ്കിലും കുറച്ച് പണിയൊക്കെ ഉണ്ട്. എന്നാലും അതിന്റെ രസം വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ. അതെ, അപ്പൊ ഇതിൽ എത്ര ആഴ്ച അധികം ഇല്ല. ഇത് ഒരു 4.5 feet, അവിടെ 3 feet ഉള്ളൂ, അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഈ പൂളിൽ ഇറങ്ങാൻ ടൈമിംഗ് ഒക്കെ ഉണ്ട്? നിങ്ങൾ എല്ലാവരും ഇറങ്ങാറുണ്ടോ? എങ്ങനെയാണ്? വല്ലപ്പോഴും എല്ലാരും കൂടെ ചിലപ്പോൾ ഫാമിലി ആയിട്ട് ഇറങ്ങും. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആരെങ്കിലും ഇതിൽ അറിയാതെ വീണിട്ടുണ്ടോ? വീണിട്ടുണ്ട്. അതെങ്ങനെയാണ് വീണത്? അത് ഇതുപോലെ ആ ഗ്ലാസ് ഉണ്ടായിരുന്നപ്പോഴത്തേക്കാണ് മെയിൻ പ്രശ്നം പറ്റിയത്. അവിടെ ഗ്ലാസ്സിൽ നടന്നു കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോ ഞങ്ങൾ ആ ടൈമിൽ അവിടെ തന്നെ നിന്നുപോയി. അപ്പൊ ഇങ്ങനെ വന്ന് ചെടിയൊക്കെ നോക്കി ഇങ്ങനെ വന്ന് നേരെ വെള്ളത്തിലോട്ട് പോയി. പിന്നെ വലിയ ആഴമില്ലാത്തോണ്ട് കുഴപ്പമില്ല. അതെ, ഓക്കെ. അപ്പൊ ആക്ച്വലി അപ്പൊ നമ്മള് വീട് പണിതപ്പോ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല, നമ്മള് പിന്നെ ഇല്ല ഈ ഇതല്ലായിരുന്നു ഞങ്ങള് കുടുംബ വീടായത്. ഓൾമോസ്റ്റ് 100 years ആയിട്ട് ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. അത് മറ്റേ ഒക്ടോപ്പസ് പോലെ അങ്ങോട്ട് നീട്ടി ഇങ്ങോട്ട് നീട്ടി, വീടിൻ്റെ അകത്ത് ലൈറ്റും ഇല്ല, ഫുൾ ചെയ്തലും ഒക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ അത് കാരണം അത് ഒന്ന് റിനോവേറ്റ് ചെയ്യാന്നും പറഞ്ഞ് തുടങ്ങാൻ പോയതാണ്. പിന്നെ അത് പൊളിച്ച് ഇങ്ങനെ ആക്കി. പിള്ളേരാണ് പറഞ്ഞത് ഒരു പൂള് വേണം. അന്ന് ഞാൻ ഇതുപോലെ ഡൈവിങ്ങിന് പോകുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു, തായ്ലാൻഡ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ. അപ്പൊ അവിടെ മിക്കവാറും ഇത് പോയി അന്ന് കൊച്ചായിരുന്നു പിള്ളേർ, 5 വയസ്സ് 3 വയസ്സേ ഉള്ളൂ. അപ്പൊ അവര് പറഞ്ഞു എന്നാ പിന്നെ അച്ഛ ഒരു പടമൊക്കെ വരച്ചിട്ട് വന്നു, വീട് അതിന്റെ സൈഡിലൊരു പൂള്. സൈഡിലാക്കിയില്ല, അകത്താക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിലാക്കി കഴിഞ്ഞാൽ പിള്ളേരൊക്കെ പോയി വീണ് കഴിഞ്ഞാൽ നമ്മൾ കാണില്ല, എല്ലാം പറ്റിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇവിടെ ആകുമ്പോഴത്തേക്ക് എവിടെ നിന്നാണേലും ആൾ നോട്ടം ഉണ്ടാവും. അടുക്കളയിൽ നിന്നാണേലും നമ്മുടെ ബെഡ്റൂമിൽ നിന്നാണെങ്കിലും ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിലും മുകളിലുണ്ടെങ്കിലും എല്ലാം നോട്ടം കിട്ടും. അത് കാരണം ഇതാക്കി. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയി. ആള് വീണാലും നമുക്ക് ഉടനെ അറിയാൻ പറ്റും, നമുക്ക് ചെയ്യാൻ. പിന്നെ പിള്ളേരുടെ ആഗ്രഹം പറഞ്ഞാൽ നമ്മൾ സാധിച്ചു കൊടുക്കണം. പിന്നെ ഇതായിരുന്നു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് വന്നാലും വാസ്തുപ്രകാരം ഞാൻ പറഞ്ഞു പ്ലീസ് മിണ്ടരുത്, വാസ്തു എന്ന് വെച്ചാൽ നമ്മളിവിടെ ജീവിച്ചോണ്ട് നമുക്കറിയാം ഇതിലേ കാറ്റ് വന്ന് അതിലേ പോകും. അപ്പൊ അവര് പറയും 2 സൈഡിലും പാസേജ് വേണം, അതുകൊണ്ട് ഇതുണ്ട്, ലൈറ്റ് വേണം, അതിനിവിടെ ഓപ്പണിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വെള്ളം വരുന്നതൊക്കെ ഡേഞ്ചറാണ്, പ്രശ്നമാണ്. മെയിൻ ഡേഞ്ചർ എന്താ, ആരിലും വീണ് കഴിഞ്ഞാൽ മുങ്ങി പോവാന്നുള്ളൂ. നമ്മൾ എന്ത് ചെയ്തു, അടുത്തുള്ള എല്ലാ പിള്ളേരെയും നീന്തൽ പഠിപ്പിച്ചു.
അതോടെ പ്രശ്നം തീർന്നു. ഓ, അടുത്തുള്ള എല്ലാവരും നമ്മൾ ഇതിൽ തന്നെയാണ് നീന്തൽ അതെ, ഇതിൽ പഠിപ്പിച്ചിരിക്കുന്നത്. പഠിപ്പിച്ചു. ആദ്യം തന്നെ ഫസ്റ്റ് ഇത് തുടങ്ങി 1 മാസത്തിനകം തന്നെ അടുത്ത എല്ലാ വീട്ടിലെയും പിള്ളേരെ നമ്മൾ നീന്തൽ പഠിപ്പിച്ചു. ഓക്കെ ആണല്ലേ. പക്ഷെ ഞാൻ നേരത്തെ ചോദിക്കാനിരിക്കായിരുന്നു, ലൈക്ക് ഇങ്ങനെ നമ്മൾ ഇത്രയും വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഓരോ ഫീച്ചേഴ്സ് ചെയ്യുമ്പോൾ ഒരുപാട് അഭിപ്രായങ്ങളും ഉണ്ടാവുമല്ലോ ആളുകൾ പറയുന്നത്. അപ്പോൾ അതൊന്നും നമുക്ക് പ്രശ്നമല്ല അല്ലേ? ഒരുപാട് കേൾക്കാൻ പോയാലും ജീവിക്കാൻ പറ്റില്ല. നമുക്ക് എന്ത് വേണമെന്ന് നോക്കുക. അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലെങ്കിൽ അത് ചെയ്യുക. അത് ചെയ്യാം. അതെ. അപ്പൊ ഇവിടെ വേറൊരു അടിപൊളി ബൈക്ക് ഉണ്ട്. ഇത് ഏതാ മോഡല്? ഇത് ഡുക്കാറ്റി പാനഗാലെ 959 എന്ന് പറഞ്ഞ മോഡല് 2017 വാങ്ങിച്ചൊരു ബൈക്കാണ്. ഇത് ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുള്ള ഒരുപാട്. ഇതിലാണ് ഞാൻ ഇവിടുന്ന് ഓടിച്ചു നേപ്പാൾ ഭൂട്ടാൻ ബോർഡറിലൊക്കെ പോയി തവാങ്ങിൻ്റെ അവിടെയൊക്കെ പോയിട്ട് വന്നതാണ്. ഓൾമോസ്റ്റ് ഇന്ത്യ ഫുൾ കവർ ചെയ്ത് ഇതിലാണ്. ട്രാക്കിൽ പോയിട്ടുണ്ട്. ഇതിൽ ബുദ്ധിൽ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മുടെ ബുദ്ധ ഇന്റർനാഷണൽ സർക്യൂട്ടിൽ മോട്ടോ GP ഒക്കെ നടക്കുന്ന അവിടെ പോയിട്ടുണ്ട് ഇതുമായിട്ട്. ഓ നൈസ്. നല്ല ബൈക്കാണ്. നല്ല ബൈക്കാണ്. അപ്പൊ ഈ ബൈക്ക് പ്രേക്ഷകരുടെ അടുത്ത് ഇതിന്റെ എക്സ്പെൻസ് പറയാൻ പറ്റുമോ നമുക്ക്? ഇത് കുഴപ്പമില്ല, ഇത് അവർക്ക് ഗൂഗിൾ ചെയ്ത് അറിയാവുന്നതല്ലേ ഉള്ളൂ. ഇത് അന്ന് എനിക്ക് വന്നത് 18 lakhs ആയിരുന്നു ഓൺ റോഡ്. ഓക്കെ. അപ്പം ഇത് ഞാൻ അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇത് 150 ഹോഴ്സ് പവറും അത് 214 ഹോഴ്സ് പവറും. അതുള്ള സ്ഥിതിക്ക് ഇത് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട കാര്യമില്ല. പിന്നെ ഒറ്റ കാരണത്തെ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിന് 2 സീറ്റ് ഉണ്ട്, മറ്റേന് 1 സീറ്റേ ഉള്ളൂ. അപ്പൊ പിള്ളേർ എപ്പോഴെങ്കിലും പറയും ഒന്ന് പോകണം എന്ന് പറയുമ്പോഴത്തേക്ക് കൊണ്ടുപോകാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഇത് വന്നത്. അതുപോലെ ഈ വീട്ടിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഇത് ഫുൾ ഒരു ഓവൽ ഷേപ്പിലാണ് നമ്മൾ സെറ്റ് ആക്കിയിട്ട്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ പൂളുണ്ട്, മിറർ ഉണ്ട്, ലൈക്ക് മൊത്തത്തിൽ ഒരു ഓവൽ ഷേപ്പാണ് എനിക്ക് ഫീൽ ചെയ്തത്. ലൈക്ക് അത് നമ്മളുടെ ഐഡിയ വെച്ച് വന്നതാണോ അതോ അതിന്റെ ഒരു ഐഡിയ എങ്ങനെയാണ് ആക്ച്വലി? പൂള് ഓവൽ ആക്കാന്ന് വെച്ചു. സ്ക്വയർ ആക്കുമ്പോഴത്തേക്ക് റെക്ടാംഗിൾ ആക്കുമ്പോൾ കുറച്ചുകൂടെ സ്പേസ് പോവും. ഇതാകുമ്പോൾ ഇങ്ങനെ ആക്കാലോ എന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പൊ തന്നെ നമ്മുടെ ആർക്കിടെക്ട് വന്ന് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പെൻസ് ഒരുപാട് കൂടും. സത്യമായിരുന്നു പിന്നെ മനസ്സിലായി. ഓരോ സ്ഥലത്തും ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര എക്സ്പെൻസ്. ആ ഗ്ലാസ് ഒക്കെ കർവ് ചെയ്ത് ചെയ്യാനായിട്ട് മറ്റേതിന്റെ ഒരു 2 times എങ്കിലും എക്സ്പെൻസ് വരും. അങ്ങനെ ഉണ്ട്. ബട്ട് സ്റ്റിൽ വെറുതെ എല്ലാം പെട്ടി കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു ഭംഗിയില്ലല്ലോ, എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ, അങ്ങനെ ചെയ്തതാ. ചെയ്ത് കഴിഞ്ഞപ്പോ പിന്നെ ഇത് ചെയ്തു, മിറർ ചെയ്തു. അപ്പൊ ഡോറിലും അതുപോലെ നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കി. ഈ ഡോറിലും എല്ലാ ഡോറിന്റെയും അത് നമ്മൾ അങ്ങനെ ആക്കാൻ റീസൺ ഇത് കാരണം കൊണ്ടാണ്. അപ്പൊ ഒരു മാച്ചിങ് ആയിട്ടിരിക്കട്ടെ. മാച്ചിങ് ആയിട്ടിരിക്കട്ടെ. ഇപ്പൊ നമ്മൾ എന്തായാലും ഇത് സെപ്പറേറ്റ് ചെയ്തതാണല്ലോ. ഇത് സെപ്പറേറ്റ് ചെയ്യുമ്പോഴും അതിന്റെ ഒരു എക്സ്പെൻസ് എന്തായാലും കൂടുതലായിക്കല്ലോ. ഇപ്പൊ ഈ ഒരു പൂളിന്റെ മാത്രമായിട്ടുള്ള അവിടുന്ന് ആ ഭാഗത്ത് കാണുന്ന കംപ്ലീറ്റ് പുതിയതായിട്ട് പണിതതാണ്. ഓക്കെ. അപ്പൊ നമുക്ക് മോളിലേക്ക് കൂടി ഒന്ന് പോയാലോ? മുകളിലേക്ക് ഇവിടെ ഇപ്പൊ നോക്കുമ്പോഴാണെങ്കിൽ 2 സ്റ്റെയർ കേസും ഉണ്ട് അല്ലേ? 2 സ്റ്റെയർ കേസിലേക്ക് എവിടേക്ക് വന്നാലും ഇവിടെ തന്നെ ഒന്ന് നിൽക്കാൻ വേണ്ടിട്ട് ഒരു പൈപ്പൊക്കെ കടിച്ചു പിടിച്ച് ഇങ്ങനെ മറ്റേ ഇങ്ങനെ പോലെ നിൽക്കുന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ഫ്രണ്ട്സ് പറഞ്ഞായിരുന്നു അന്ന് തന്നെ. മുതലെ കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ. പക്ഷെ എന്നാലും 2 സ്റ്റെയർ കേസും അതൊരു ഭംഗിക്ക് വേണ്ടി പറഞ്ഞായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. ഇങ്ങനെ നോക്കിയിട്ടും ശരിയാകുന്നില്ല. അപ്പൊ പിന്നെ ഒരു ഭംഗി എന്തെങ്കിലും ഇരിക്കട്ടെ. ഓവലാക്കിയത് കൊണ്ട് പിന്നെ ഓവലാക്കി എനിക്ക് തോന്നുന്നു ഇത് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? അപ്പൊ അത് കാരണം ഇതാക്കി. അപ്പൊ ഇത് കർവ് ചെയ്തെടുക്കാനും ഒരുപാട് പാടുപെട്ടു. ഇത് ഓൾമോസ്റ്റ് എല്ലാ സാധനവും ഇതുപോലെ പ്രത്യേകിച്ച് ഞങ്ങൾ തന്നെ എങ്ങനെയും ഒക്കെ ചെയ്തതാണ്.